നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാൻ ഫീസിബിലിറ്റിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. പലരും അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ക്ലാരിറ്റിക്ക് വേണ്ടി എന്നെ വിളിച്ചിരുന്നു. ഇത് പരിചയസമ്പന്നരായ സോളാർ മേഖലകൾ പ്രവർത്തിക്കുന്ന അനേകരുണ്ട്. അവർക്ക് വേണ്ടിയുള്ള വീഡിയോ അല്ല, വളരെ സാധാരണക്കാരായ ആൾക്കാർ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. അപ്പോൾ സോളാറിൻ്റെ പ്രാരംഭത്തിൽ ഓഫ് ഗ്രിഡായിരുന്നു. ഓഫ് ഗ്രിഡ് KCBയുമായി യാതൊരു ബന്ധവുമില്ല. വൈദ്യുതി സോളാർ പാനൽ വഴി ഉൽപ്പാദിപ്പിച്ച് അത് ബാറ്ററിയിലേക്ക് ശേഖരിച്ച് വെച്ച് ഉപയോഗിക്കുന്നതാണ് ഓഫ് ഗ്രിഡ്. എന്നാൽ ഇപ്പോൾ പോപ്പുലറായി ഓൺ ഗ്രിഡാണ് ഉപയോഗിക്കുന്നത്. ഓൺ ഗ്രിഡ് വന്നപ്പോഴാണ് നമുക്ക് KCBയിൽ നിന്നും അനുമതി ആവശ്യമുള്ളത്. KCBയുടെ ട്രാൻസ്ഫോമറിന് ശേഷിയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പ്ലാന്റ് ഓൺ ഗ്രിഡ് സ്ഥാപിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ആയതിനാൽ അത് കുറച്ചും കൂടെ സിമ്പിളാക്കി പറഞ്ഞാൽ 100 പേരിരിക്കുന്ന ഒരു ഓഡിറ്റോറിയം. നേരത്തെ വന്നവർ എല്ലാം ആ ഓഡിറ്റോറിയത്തിൽ ഫില്ലായി. താമസിച്ച് വരുന്നവർ എന്താ സാധാരണ സംഭവിക്കുന്നത്? അവർ ആ ഓഡിറ്റോറിയത്തിന് പുറത്ത് നിൽക്കേണ്ടി വരും. അകത്ത് കയറാൻ കഴിയാത്തത് പോലാണ്. ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഇത്ര വീടുകളുണ്ട്. ആ വീടുകൾ അത്രയും വൈദ്യുതി നൽകുന്നത് ആ ട്രാൻസ്ഫോമറിൽ നിന്നാണ്. ഒരു എക്സാമ്പിൾ 100 kV. ആ 100 kV ട്രാൻസ്ഫോമറിൽ നിന്നും 5 kW 3 kW അങ്ങനെ ഒരു 20 വീട്ടുകാർ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 81 kW കണക്റ്റർ ലോഡ് ആ ട്രാൻസ്ഫോമറിൽ സോളാർ പ്ലാന്റ് കണക്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരാൾ താമസിച്ച് വന്നാൽ പിന്നെ ആ വ്യക്തിക്ക് അവിടെ കണക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. അതാണ് ഫീസിബിലിറ്റി എടുക്കുമ്പോൾ ലഭിക്കാതെ വരുന്നു എന്നുള്ളതിൻ്റെ ആ കാരണം ഞാൻ വ്യക്തമാക്കുന്നത്. താമസിച്ച് വരുന്നവർക്ക് അതവിടെ ലഭിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, സോളാർ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ സ്ലോട്ട് ഫുള്ളാകുന്നതിന് മുൻപ് നിങ്ങൾ എത്രയും വേഗത്തിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. സോളാറുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള വീഡിയോകൾ കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ ദയവായി ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടി ചെയ്യണമേ.